കോടീശ്വരനായ ബോബി ചെമ്മണ്ണൂർ 2 ദിവസമായിട്ട് ജയിലിലാണ്. ആദ്യത്തെ ദിവസം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സെല്ലിനകത്ത് കിടന്നു. അവിടെ തറയിലെ പത്രം വിരിച്ച് അതിൽ കിടന്നു. കാരണം പോലീസ് സ്റ്റേഷൻ സെല്ലിലൊന്നും സാധാരണഗതിയിൽ കട്ടിലിടാറില്ല, ഷീറ്റ് കൊടുക്കാറില്ല. പല സ്ഥലത്തും അങ്ങനെ കൊടുത്തവർ അവരവരുടെ ലുങ്കിയിലൊക്കെ തൂങ്ങിയ സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനുണ്ട്. കസ്റ്റഡി ഇടത്തിലോട്ട് പോകും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ കൂടുതൽ സെല്ലിടേണ്ട ആവശ്യം വരുന്നില്ല. ജയിലിനെ പോലെ തുടർച്ചയായ മാസവും വർഷത്തിന് അവരെ വിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ സെല്ല് സെൻട്രി നിൽക്കുന്നതിനടുത്ത് സെൻട്രിക്ക് കാണത്തക്ക രീതിയിലാണ്. അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ബാത്റൂം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പത്രം വിരിച്ച് അതിൽ കിടന്നത്. ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക്, ജില്ലാ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തിനെ ഇപ്പം റിമാൻഡ് ചെയ്തു 14 ദിവസം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിലെ ഏറ്റവും സീനിയറായ ക്രിമിനൽ ലോയർ, അറിയപ്പെടുന്ന ക്രിമിനൽ ലോയർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെയാണ് കോടതിയിലായത്. അവരുടെ വാദഗതികളൊക്കെ നമ്മൾ കേട്ടു. ഇവിടെ പോലീസ് എടുത്തിരിക്കുന്ന കേസിനകത്ത് 2 സെക്ഷനാണ്. 75 BNS. അതിനകത്ത് 3 വർഷം വരെയാണ് തടവ് പറഞ്ഞിരിക്കുന്നത്. IT ആക്ട് 67, അതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ ആദ്യം ഇതുപോലെ ഒരെണ്ണം പറഞ്ഞ 5 വർഷത്തെ തടവ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വകവെക്കാതെ വീണ്ടും മോശമായ പദപ്രയോഗത്തിലൂടെ ഒരാളെ അവഹേളിച്ചാൽ അത് സെക്കൻഡ് ഒഫൻസ് 10 വർഷമാണ്. ഈ 2 വകുപ്പ് വെച്ചിട്ടാണ് പോലീസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചത്. പോലീസ് ഇനി കസ്റ്റഡി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് ഇനി BNS 76, 79 ചേർക്കാൻ സാധിക്കും. പുതിയ വകുപ്പുകളുടെ വന്നാൽ ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. എത്ര മൊബൈൽ ഫോൺ ഉണ്ട് വേറെ, അത് പോലീസ് കണ്ടെടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പോലീസിന് കണ്ടെത്തണം. ചിലപ്പം ചില ആൾക്കാരായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരാണോ ഈ കമൻ്റൊക്കെ അതിനകത്ത് ഇട്ടതെന്നറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഫംഗ്ഷനിലുള്ള കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ ഇടാൻ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരെ പോലീസ് ചോദ്യം ചെയ്യേണ്ടി വരും. ഈ 2 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ സെല്ലിനകത്ത് കിടന്നു. ഇപ്പോൾ അദ്ദേഹം ജില്ലാ ജയിലിലാണ് കിടക്കുന്നത്. ജില്ലാ ജയിലിൽ അദ്ദേഹത്തിന് ഒരു ഷീറ്റും ഒരു പുതപ്പും കൊടുക്കും, തലയണ കൊടുക്കുമെന്ന് സംശയമാണ്. അപ്പം ഇപ്പോൾ അദ്ദേഹത്തിനെ അവിടുത്തെ സെല്ലിൽ 10 പേരെ കിടത്താൻ പര്യാപ്തമായ ഒരു സെല്ലിലാണ്. അതിനകത്ത് 5 പേര് കിടപ്പുണ്ട്. അവർ ഡ്രഗ്സ് കേസിലെ പ്രതികളാണ്. അവരോടൊപ്പമാണ് വാസം. അവിടെ അദ്ദേഹത്തിന് ഇന്നലെ അവിടെ ആക്കിയപ്പോൾ രാത്രി 7:30 ആയിപ്പോയി. ജില്ലാ ജയിലിലും അല്ല സെൻട്രൽ ജയിലുമൊക്കെ വൈകിട്ട് 6-ന് മുമ്പ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് 6 മണിയോടുകൂടി അവരവരുടെ സെല്ലിനകത്തിട്ട് പൂട്ടും. അപ്പോൾ ഇവിടെ ഇന്നലെ ബോബിയെ അവിടെ കൊണ്ടുപോയപ്പം അദ്ദേഹത്തിന് ആഹാരം കഴിച്ചിരുന്നില്ല. കോടതിയിൽ അപ്പിയർ ചെയ്തു. കോടതിയിലെ കാര്യങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധന കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫാൻസ് എല്ലാം അദ്ദേഹത്തിനെ കാറിൽ കയറ്റി, അല്ലെങ്കിൽ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന് തടഞ്ഞു. ആ തടഞ്ഞതിന് എന്തായാലും അതിനൊരു കേസ് അവിടെ എടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം വന്നു. അപ്പോൾ അതിന് അവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ബൗൺസറും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ചിലരും കൂടിയാണ് അദ്ദേഹത്തിനെ വാഹനത്തിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോകാൻ നേരത്ത് വാഹനം തടഞ്ഞത്. അതുകൊണ്ട് അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ചില അറസ്റ്റ് ഉടനെ ഉണ്ടായേക്കും. ഇനി തിങ്കളാഴ്ച
പോലീസ് കസ്റ്റഡി ചോദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചത്. ഇന്ന് ചിലപ്പം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ കൊടുക്കാം. കാരണം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ ജഡ്ജിയുടെ മുമ്പിലാണ് ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അവിടെ നിരസിച്ചാൽ നേരെ ഹൈക്കോടതിക്ക് പോകാം. ചിലപ്പോൾ നമുക്കറിയില്ല ജില്ലാ ജഡ്ജിയിൽ തന്നെ കൊടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും അവിടെ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലോട്ട് തന്നെ പോകേണ്ടി വരും. പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇപ്പം 2-3 ദിവസമായി. ഇനി ശനി ഞായറും അദ്ദേഹത്തിന് സെല്ലിൽ തന്നെ കഴിയേണ്ടി വരും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച അദ്ദേഹത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ജാമ്യം നിഷേധിച്ചതിനുള്ള അപ്പീൽ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മിക്കവാറും അത് ഹൈക്കോടതി തന്നെ കൊടുക്കും. ഹൈക്കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആയിരക്കണക്കിന് പേരുടെ പണം അദ്ദേഹത്തിൻ്റെ ബോബിയുടെ ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച ധാരാളം പേരുണ്ട്. ഇപ്പം തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തന്നെ നമുക്കറിയാം. വയനാട്ടിലെ 1000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം, ആ 1000 ഏക്കർ ഉണ്ടാവും. അപ്പോൾ ധനാഢ്യനായ ഒരാളാണ് ഇപ്പം ഈ ജില്ലാ ജയിലിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നത്. അദ്ദേഹം തറയിൽ കിടന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻസിനൊട്ട് സഹിക്കാൻ ഒക്കില്ല. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു. അത് കോടീശ്വരനായ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നമുക്കറിയാം. അങ്ങനെ ജീവിച്ച ഒരാളാണ്. പെട്ടെന്ന് അദ്ദേഹത്തിനെ ഈ ഒരു കേസിനകത്ത് കുരുക്കിയത് ശരിയായില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും മ്ലേച്ഛമായ ഭാഷ നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നിങ്ങൾ അത് ചെയ്ത് വിട്ടാൽ തീർച്ചയായിട്ടും അതിന് കമൻ്റ് ഉണ്ടാവും. അതിന് മോശമായ കമൻ്റ് ഉണ്ടാവും, നല്ല കമൻറ്റും വരാം. നിങ്ങളുടെ ഓരോ ചെയ്തികൾക്കും മോശമായ കമൻ്റ് പരിധി വിട്ട് കഴിഞ്ഞാൽ പരിധി വിട്ട് സംസാരിക്കുന്ന പലരും ഫേക്ക് അഡ്രസ്സിലാണ് അവർ ഇതിൻ്റെ കമൻ്റ് ഇടുന്നത്. പക്ഷേ ഇപ്പം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിനകത്ത് ഏകദേശം 20 യൂട്യൂബുകാർക്കെതിരായിട്ട് കേസുണ്ട്. അതോടൊപ്പം തന്നെ 30ഓളം പേര് വളരെ മോശമായ കമൻ്റ് ഇട്ട 30ഓളം പേർക്കെതിരായിട്ട് നടപടി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരാളെ ഷാജി എന്നൊരാളെ 60 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. ഇനി അതിനകത്ത് 20 പേരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഫേക്ക് അഡ്രസ്സിലാണ് അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് കമൻ്റ് ഇടുന്നവർ സൂക്ഷിക്കുക. നിങ്ങളുടെ ഫേക്ക് അഡ്രസ്സൊക്കെ റിട്രീവ് ചെയ്തെടുക്കും പോലീസ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സൂക്ഷിച്ച് വേണം ഓരോരുത്തരും ഈ കമൻറ്റുകൾ ഇടാനുള്ളത്. കാരണം വൾഗാരിറ്റിയിൽ കമൻ്റ് ഇടുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. ഏത് ഇതിലും യൂട്യൂബിലാണെങ്കിലും അവിടെ ഏത് പ്രശ്നത്തിലായാലും ഈ വൾഗാരിറ്റി മാരം സംസാരിക്കുകയും അത് കമൻ്റായിട്ട് ഇതിനകത്ത് ഇടുകയും ചെയ്യുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കിത് ഒരു പാഠമാണ്. ഒന്നാമത് ഈ കേസ് സാധാരണ പലരും ഇതുപോലെ കേസ് കൊടുത്തിട്ട് ഇത്ര പബ്ലിസിറ്റിയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഇത് മലയാളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു നടി ആണ് പരാതി കൊടുത്തിരിക്കുന്നത്. അവർ വളരെ പോപ്പുലറാണ്. അതോടൊപ്പം തന്നെ ബോച്ചെ എന്ന് പറയുന്ന ആൾ ധാരാളം പേരെ സഹായിക്കുന്ന മനുഷ്യനാണ്. അതേസമയത്ത് കോടീശ്വരനാണ്. അദ്ദേഹമാണ് ഇവരെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ 1-2 ഷോപ്പിലെ ഇനാഗുറേഷന് അത് ഹെവി പെയ്ഡാണ്. അത് ഇനാഗുറേഷന് ഇവരെ വിളിച്ചു, ഇനാഗുറേഷൻ നടത്തി. ഇനാഗുറേഷൻ സമയത്ത് ദ്വയാർത്ഥ പ്രയോഗങ്ങളും മോശമായ പദങ്ങളും ഇദ്ദേഹം ഉപയോഗിക്കുന്നു. അത് സർവ്വസാധാരണമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇവരുടെ മുമ്പിൽ വെച്ചും പ്രകടിപ്പിച്ചു. മാനസികമായി ഇവർക്ക് വളരെയധികം വിഷമമുണ്ടായി. അത് ചില വാക്കുകൾ പരിധി വിട്ട് പോയി എന്നുള്ള കാര്യം അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾക്ക് എതിരായിട്ട് അവർക്ക് ഇല്ലാണ്ടാണ് അവരിപ്പം കേസ് കൊടുത്തിരിക്കുന്നത്, കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നീക്കം അതിശക്തമാണ്. കാരണം ഇത്രയും പോപ്പുലറായ 2 പേര് ഈ ഒരു വിഷയത്തിൽ കൊമ്പ് കോർത്തതുകൊണ്ട് മറ്റുള്ളവർക്കൊരു പാഠം ഇതിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ അനാവശ്യമായി അത് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ കമൻ്റ് ഇട്ടാൽ അതിൽ അതിശക്തമായ നടപടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നടപടി എടുക്കും പോലീസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് സഭ്യമായ ഭാഷയിൽ മാത്രമേ കമൻ്റ് ഇടുക. ചിലർക്ക് കമൻ്റ് ഇടുന്നത് വളരെ മോശമായ പദപ്രയോഗത്തിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള യൂസ് ചെയ്യുന്ന ഇതുപോലെ മോശമായ പദവും വാക്കുകളും ഒക്കെ സ്ഥിരമായിട്ട് ഇവർ കമൻ്റ് ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യും. നിങ്ങൾ മോശമായ പദങ്ങൾ ഉപയോഗിച്ചാൽ ലൊക്കേറ്റ് ചെയ്ത് കേസെടുക്കും, റിമാൻഡ് ഉണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും.
അതൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യില്ല എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പം ബോബി ചെമ്മണ്ണൂർ ഇത്ര ഉന്നതനായ, ഇത്ര വലിയ പണക്കാരനായ, ലക്ഷറി ലൈഫ് നടക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് കണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരും ഇതുപോലെ കേസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഗട്ട്സുള്ള ആൾക്കാർ വരുമ്പം അവരെപ്പറ്റി മോശമായി കമൻ്റ് ഇട്ടവർ, അവരെപ്പറ്റി തന്നെയല്ല വേറെ ആരെപ്പറ്റി കമൻ്റ് ഇട്ടാലും ശരി, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതുപോലെ മോശം കമൻറ്റ് വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിലോ പേജിലോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിന് പബ്ലിക്കില്ല ഒരാൾക്ക് ഒരു പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും പോലീസ് നടപടി എടുക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ബാഡ് കമൻ്റ് ഇടുന്നവരും അസഭ്യവർക്കം പറയുന്നവരും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവരൊക്കെ അതിൽ നിന്ന് മാറി സഞ്ചരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ മങ്ങിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് അഡീഷണൽ സെക്ഷൻസ് കൂടെ ചേർക്കും, അദ്ദേഹത്തിനെ കസ്റ്റഡി ചോദിക്കും. അതുകൊണ്ട് ആദ്യത്തെ റിമാൻഡിൻ്റെ ഉള്ളിൽ 14 ദിവസം അദ്ദേഹം കിടക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഹൈക്കോടതി അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഗണിക്കാനായിട്ട് ബെഞ്ചിലെടുക്കുമ്പം 8-10 ദിവസം കൂടെ പിടിക്കും. എന്തായാലും 2 ആഴ്ചത്തോളം അദ്ദേഹം കിടക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ലേ ചിലപ്പം പോലീസ് വളരെ പെട്ടെന്ന് ഇത് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റഡി കിടന്ന് വേണേലും ട്രയൽ നടത്താനുള്ള ഒരു ശ്രമം ചിലപ്പം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാം. കാരണം പോലീസിൻ്റെ നീക്കം വളരെ ക്വിക്കായിരുന്നു, അതിശക്തമായിരുന്നു. പരാതി കിട്ടിയ 24 hours ഉന്നതനായ ഈ പ്രതിയെ പോലീസ് വയനാട് പോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈയിടെടുത്ത് അവരുടെ മാനസിക വിഷമതകളും ആ സ്ത്രീയുടെ കാര്യങ്ങളും മുഴുവൻ നേരിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച പോലെ തന്നെ വിത്തിൻ 24 hours നടപടി വന്നു. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യുകയും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡിലേക്ക് പോവുകയും ചെയ്തു.